നമസ്കാര, ഞാൻ ನಿಮ್ಮ ഡോക്ടർ ശ്യാമല പ്രസാദ്. ഞാൻ ഇന്ന് മുട്ടുവേദനത്തിന് ഉണ്ടായ 2 ഇമ്പോർട്ടന്റ് എക്സസൈസ് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ആക്കിയത്. അതിൽ ഒന്ന് സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ്, രണ്ടാമത്തത് ഡൈനാമിക് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ്. ഈ സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് മുട്ടിന്റെ അടിയിൽ ഒരു ടവല് ചുറ്റിട്ട് വെക്കുക. മുട്ടിന് പ്രഷറല്ലെന്നെ ആ ടവല് പ്രസ് ആക്കണം. അങ്ങനെ പ്രസ് ആക്കുമ്പോൾ ഒരു 15 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ് ഹോൾഡ് ആക്കുക, പിന്നെ റിലീസ് ആക്കുക. കൈയോടല്ല, മുട്ടിന് ജോയിന്റിനോടന്നെ ടവൽ പ്രസ് ആക്കുക, 15 സെക്കൻഡ്സ് ഹോൾഡ് ആക്കുക, റിലീസ് ആക്കുക. ഞാൻ ആദ്യം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ, അതിന് നോക്കിയിട്ട് ആദ്യം ചെയ്യാം. ഇതേ പേരിന് ആദ്യം നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ അടിക്കുക, അതിന്റെ വീഡിയോ വരെ നോക്കാൻ പറ്റും. ഇനി രണ്ടാമത്തത് ഡൈനാമിക് ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ്. അതെന്താ പറഞ്ഞാൽ കസലിൽ ഇരിക്കുക, കാല് പൊക്ക, കാല് തായാക്കുക. വളരെ സിമ്പിൾ എക്സസൈസ്, പക്ഷേ ഈ എക്സസൈസ് നല്ലോണം ഇമ്പോർട്ടൻറ്റ് ഹാംസ്ട്രിങ് മസിലിന് നല്ല സ്ട്രെങ്തനിങ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സസൈസ് ഡെയിലി ഒരു 15-20 ടൈംസ് 2-3 പ്രാവശ്യത്തിൽ ആക്കാം. ഇപ്പോൾ 15-20 ടൈംസ് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം അങ്ങനെയും ആക്കാൻ പറ്റും. സ്ലോ ആയിട്ട് ആക്കാം. നല്ലോണം ഫാസ്റ്റ് ആക്കണമെന്നില്ല, സ്ലോ ആയിട്ട് എത്ര വയസ്സായാലും ഈ എക്സസൈസിനെ ആക്കാൻ പറ്റും. ഇന്ന് മുട്ടുവേദന ഉണ്ടായാൽ ഇഞ്ചി വെള്ളം, ജീരക്ക വെള്ളം, പിന്നെ മഞ്ഞൾ, കുറച്ച് കുരുമുളക് കൂട്ടിയിട്ട് ദിവസം കുടിക്കുക. അതിൽ ഒരു ബുദ്ധിമുട്ട് വരില്ല. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിൽ നല്ല ഉപകാരം ചെയ്യും. ഇന്ന് എക്സസൈസ് ആക്കാനേ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, 1/2 hour വെറുതെ വാക്കിംഗ് ആക്കിയിട്ട് വരാം. വെളുപ്പിന് ഇങ്ങനെ ചുറ്റിയാൽ മതി, പക്ഷെ വാക്കിംഗ് എക്സസൈസ് വേണം. പിന്നെ കുറച്ച് വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളിയത്ര നമുക്ക് മുട്ടുവേദന നല്ലോണം സുഖമാവാൻ ഒരു അവകാശങ്ങൾ അധികം ഉണ്ടാവും. ഇത് ഞാൻ മുട്ടുവേദനത്തിന് ആക്കിയ ഒരു വീഡിയോ. ഇതിന് മുമ്പ് നെക്സ്റ്റ് ഞാൻ ഹാംസ്ട്രിങ് മസിൽ, കാഫ് മസിൽ, പിന്നെ ഗ്ലൂട്ടിയസ് മസിൽ, ഇതെല്ലാത്തിനും ഉണ്ടായ എക്സസൈസ് പറഞ്ഞിട്ട് കൊടുക്കും. നമ്മൾ വരുന്ന പേഷ്യൻറ്റ് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എക്സസൈസ് ആക്കണോ, എല്ലാവരും എക്സസൈസ് ആക്കണോ. എല്ലാവർക്കും മുട്ടെന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായ ഒരു അവയവമാണ്. ഞങ്ങൾ എത്ര വയസ്സായെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനാവണോ, ഫംഗ്ഷനിൽ പോകാനാവണോ, പിന്നെ നടക്കാനാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുട്ടിനെ നമ്മൾ സംരക്ഷിക്കണം. താങ്ക് യു വെരി മച്ച്.